നമസ്കാരം. റംസാൻ വ്രതാനുഷ്ഠാനം മുസ്ലിം മതവിശ്വാസികളെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു അനുഷ്ഠാനമാണ്. പക്ഷേ അതുകൊണ്ട് റംസാൻ വ്രതക്കാലത്ത് എവിടെയും മുസ്ലിങ്ങൾക്ക് നമസ്കരിക്കാൻ അല്ലെങ്കിൽ നിസ്കരിക്കാൻ അവസരം വേണം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അതൊരു മൗലിക അവകാശമാണ് എന്നൊക്കെ പറയുന്നത് തെറ്റാണ്. ഇത് പറഞ്ഞിരിക്കുന്നത് ബോംബെ ഹൈക്കോടതിയാണ്. കഴിഞ്ഞ ദിവസം ബോംബെ ഹൈക്കോടതിയുടെ ജസ്റ്റിസ് BP കൊളാബവല്ല, ജസ്റ്റിസ് ഫിർദോഷ് പൂനിവല്ല തുടങ്ങിയവരുടെ ബെഞ്ചാണ് ഇങ്ങനെ ഒരു വിധി പുറപ്പെടുവിച്ചത്. അതായത് മുംബൈ വിമാനത്താവളം അതീവ സുരക്ഷാ മേഖലയാണ്. മുംബൈ വിമാനത്താവളത്തിനകത്ത് എവിടെയും നിസ്കരിക്കാനുള്ള അവസരം വേണം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്ഥലത്ത് നിസ്കരിക്കാനുള്ള അവസരം ഒരുക്കണം. അത് ഞങ്ങളുടെ അവകാശമാണ്, മൗലിക അവകാശമാണ്. ഇന്ത്യൻ ഭരണഘടന അനുസരിച്ച് ഈ മത നിയമങ്ങൾ അല്ലെങ്കിൽ മതം പറയുന്ന കാര്യങ്ങൾ അനുഷ്ഠിക്കാനുള്ള അവകാശമുണ്ട്. ആ അവകാശം വിമാനത്താവളത്തിനകത്തും ഉണ്ടാകണം. അതുകൊണ്ട് തന്നെ വിമാനത്താവളത്തിനുള്ളിൽ റംസാൻ കാലത്ത് നിസ്കരിക്കാനുള്ള അവകാശം തേടി ഒരു സംഘം ആളുകൾ സമർപ്പിച്ച ഹർജി തീർപ്പാക്കിക്കൊണ്ടാണ് ഈ വിധി ബോംബെ ഹൈക്കോടതി പ്രഖ്യാപിച്ചിരിക്കുന്നത്. ബോംബെ ഹൈക്കോടതി റംസാൻ വ്രതത്തിൻ്റെയും റംസാൻ മാസത്തിൻ്റെയും എല്ലാ വിശുദ്ധിയും അംഗീകരിച്ചുകൊണ്ട് തന്നെ പറയുന്നുണ്ട്, വിമാനത്താവളം ഒരു അതീവ സുരക്ഷാ മേഖലയാണ്. വിമാനത്താവളത്തെ സംബന്ധിച്ചിടത്തോളം ഒട്ടനവധി യാത്രികർ, എല്ലാ മതവിഭാഗത്തിൽപ്പെട്ട ഒട്ടനവധി യാത്രികർ വന്നു പോകുന്ന സ്ഥലമാണ്. ഇവിടെ ഒരു പ്രത്യേക സുരക്ഷാ വലയത്തിലും കൂടിയാണ്. ഈ സുരക്ഷയൊക്കെ നിൽക്കുമ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു മതപരമായ അനുഷ്ഠാന ചടങ്ങ് അനുവദിക്കാൻ കഴിയില്ല. അത് സുരക്ഷയ്ക്ക് മേൽ വെള്ളം ചേർക്കാനില്ല എന്ന് തന്നെയാണ് ഇന്നലെ ബോംബെ ഹൈക്കോടതി പറഞ്ഞു വച്ചിരിക്കുന്നത്. എവിടെയെങ്കിലും നിസ്കരിക്കാൻ, റംസാൻ കാലമാണ് എന്ന് പറഞ്ഞുകൊണ്ട് എവിടെയും നിസ്കരിക്കാനുള്ള അവസരം തന്നാൽ നാളെ നിങ്ങൾ ഇന്ത്യൻ പാർലമെൻറ്റിനകത്തോ അല്ലെങ്കിൽ മഹാരാഷ്ട്രയുടെ നിയമസഭയ്ക്കുള്ളിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും മൈതാനത്തോ ഒക്കെ നിസ്കരിക്കാനുള്ള അവസരം വേണം എന്ന് ചോദിച്ചാൽ അത് അനുവദിക്കാൻ കഴിയില്ല. അതെങ്ങനെയാണ് അനുവദിക്കുക എന്നാണ് ബോംബെ ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത്. പൊതുസ്ഥലത്ത് നിസ്കരിക്കുന്നതുമായി ബന്ധപ്പെട്ട് പലതരത്തിലുള്ള കേസുകൾ ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലുമുണ്ട്. റെയിൽവേ സ്റ്റേഷനുകളിലും ബസ് സ്റ്റാൻഡുകളിലും, എന്തിനേറെ പറയുന്നു, ഈ അടുത്ത കാലത്ത് കേരളത്തിൽ നടു റോഡിൽ പോലും നിസ്കരിച്ച സംഭവം ഉണ്ടായിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ മതവിശ്വാസം ഇതാണ്, ഞങ്ങളുടെ മതം അനുസരിച്ചിട്ടുള്ള അനുഷ്ഠാനം ഇതാണ്, അത് ഞങ്ങൾക്ക് ഇവിടെ ചെയ്തേ പറ്റുള്ളൂ. ഇതുമൂലം ഏത് തരത്തിലുള്ള കഷ്ടനഷ്ടങ്ങൾ ഉണ്ടായാലും അത് മറ്റുള്ളവർ സഹിക്കണം എന്ന ഒരു നിലപാടിലുള്ള ആളുകളാണ് ഇത്തരത്തിലുള്ള അവകാശങ്ങളുണ്ട് എന്ന് പറഞ്ഞ് പൊരുതുന്നത്. തീർച്ചയായും ഈ എല്ലാ മതത്തിലും പെട്ട ആളുകൾക്ക് അവരവരുടെ മതവിശ്വാസങ്ങൾ കാത്തു സൂക്ഷിക്കാനും അതനുസരിച്ചിട്ടുള്ള ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനും ഒക്കെ സാധിക്കും. പക്ഷേ പൊതുസ്ഥലത്ത് ഇത്തരം ആചാരാനുഷ്ഠാനങ്ങൾക്ക് വേണ്ടി മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കുന്നത് ശരിയല്ല എന്ന് തന്നെയാണ് വീണ്ടും ബോംബെ ഹൈക്കോടതിയും വിധിച്ചിരിക്കുന്നത്. ഇത്തരത്തിലുള്ള തർക്കങ്ങൾ നേരത്തെയും പല കോടതികളിലും വന്നിട്ടുണ്ട്. ആ കോടതികളെല്ലാം തന്നെ ഇത്തരത്തിലുള്ള അല്ലെങ്കിൽ ഈ പൊതു രീതിയിൽ അല്ലെങ്കിൽ പൊതുജനങ്ങൾക്ക് ശല്യമുണ്ടാകുന്ന തരത്തിലുള്ള നിസ്കാരങ്ങൾക്കെതിരായിട്ടുള്ള തീരുമാനവും വിധിയും ഒക്കെ തന്നെയാണ് സ്വീകരിച്ചിട്ടുള്ളത്. അതേ പാത തന്നെയാണ് ഇപ്പോൾ ബോംബെ ഹൈക്കോടതിയും സ്വീകരിക്കുന്നത്. വിമാനത്താവളത്തിൽ, മുംബൈ വിമാനത്താവളത്തിൻ്റെ കാത്തിരിപ്പ് കേന്ദ്രത്തിൽ നിസ്കരിക്കാനുള്ള അവസരം വേണം, അല്ലെങ്കിൽ അത് ഞങ്ങളുടെ അവകാശമാണ് എന്ന് ഉന്നയിച്ചുകൊണ്ടുള്ള ഹർജി തള്ളിക്കൊണ്ടാണ് ബോംബെ ഹൈക്കോടതിയുടെ സുപ്രധാന വിധി. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്. ബ്രോട്ട് യു ബൈ കേരള എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റി. HIV എയ്ഡ്സ് സംബന്ധമായ സംശയങ്ങൾക്ക് 1097 എന്ന 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ടോൾ ഫ്രീ നമ്പറിലേക്ക് വിളിക്കുക. വാട്സാപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യാറുണ്ടല്ലോ. HIV സ്റ്റാറ്റസോ HIV പിടിപെടാനുള്ള സാഹചര്യങ്ങളിൽ കൂടി അറിഞ്ഞോ അറിയാതെയോ കടന്നു പോയിട്ടുണ്ടാവാം. എന്ത് തന്നെയായാലും മുൻകൂട്ടി പരിശോധിച്ച് HIV സ്റ്റാറ്റസ് അറിയൂ. സൗജന്യ HIV പരിശോധനയും കൗൺസിലിങ്ങും ആരോഗ്യ കേന്ദ്രങ്ങളിൽ പ്രവർത്തിക്കുന്ന ICTC അഥവാ ജ്യോതിസ് കേന്ദ്രങ്ങളെ സമീപിക്കുക. നിങ്ങളുടെ സ്റ്റാറ്റസ് എന്തായാലും വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കുന്നതായിരിക്കും.